يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبخترت الرجل بصوت وخيل فما لك في الأرض درب صبيح إلى الله عدنا وبالله لذنا ليطوى زمان بئيس شحيح. يا الله ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وإلى حضرة سيدنا الشيخ خواجة معين الجسدي الأجميري قدس الله تعالى سره العزيز. وإلى حضرة سيدنا الشيخ مدبور أبو بكر ولي الله قدس الله تعالى سره العزيز. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم اشف أمراضنا يا شافي الأمراض. اللهم ادفع بلياتنا يا دافع البليات. അർഹം റഹീമീനായ രാജസീത ജലാലുവായ തമ്പുരാനെ ശിഹറന്മാരനെ ശിഹറിനെ തൊട്ടും കണ്ണന്മാരെ കണ്ണിനെ തൊട്ടും അസൂയാക്കളുടെ അസൂയയെ തൊട്ടും ഈ സദസ്സിനെയും ഞങ്ങളെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ മഹത്തായ ഫളലുകൊണ്ട് ഈ സലാത്തിന്റെ മജ്ലിസ് റബ്ബേ നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. ഇതിൽ ആര് സഹായിക്കുന്നുണ്ടോ സഹകരിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ ദുനിയാവിലും ആഖിറത്തിലും ഇർഷാദ് അസ്ഹരി ഉസ്താദ് അവറുകൾ, അതുപോലെ മറ്റു ഉലമാക്കൾ, നേതാക്കൾ, നാട്ടുകാർ, ഉമ്മബന്ധന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അലമ്പാടി ഉസ്താദ് എന്ന വലിയ പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ ദീർഘകാലം നമുക്ക് ദർസ് നടത്തിയിടുകയും നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും ചെയ്ത മഹാനവറുകൾ, ഉസ്താദിനെ അനുസ്മരിക്കാതെ നമുക്ക് ഒരു ദിവസവും കടന്ന് പോവാൻ പറ്റുകയില്ല. അത്രത്തോളം നമ്മളിൽ അലിഞ്ഞു ചേരുകയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമായിരുന്നു ഷെയ്ഖുനാ അലമ്പാടി ഉസ്താദ്. ഉസ്താദിൻ്റെ അനുസ്മരണം എന്തുകൊണ്ടും നമ്മൾ ഒരു വർഷവും മുടങ്ങാതെ നടത്തേണ്ടതുണ്ട്. അവരുടെ മദത് നമുക്ക് ലഭിക്കണം, അവരുടെ സഹായം നമുക്കുണ്ടാകണം, അവരുടെ നോട്ടം നമ്മളിലേക്കുണ്ടാകണം എന്ന ലക്ഷ്യമാണ് നമുക്കിതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നുള്ളത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷവും മുമ്പുമൊക്കെ നമ്മൾ നടത്തിയതുപോലെ ഈ വർഷവും നമുക്ക് വിപുലമായ രൂപത്തിൽ 5 ദിവസം നമ്മൾ ഈ പരിപാടി ക്രമീകരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇസ്ലാം എന്ന മഹത്തായ ദീനിന്റെ ശിആർ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ദീനിന്റെ ശിആറുകൾ പലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാം. ഇൽമുകൾ നഷ്ടപ്പെടുന്നു. സദസ്സിലാണ് ആ ഒരു നിയ്യത്ത് നമ്മുടെ ഖൽബിലെ തുടക്കത്തിലേ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉറപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ മഹബത്ത്, ഏറ്റവും വലിയ ബറക്കത്ത്, ഏറ്റവും വലിയ ഇജാബത്ത് അത് മുത്തുനബിയെ കൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ഈ സംഗമം റബ്ബിന്റെ അടുക്കൽ തീർച്ചയാണ് കബൂലാക്കപ്പെടാൻ ഏറെ പ്രതീക്ഷയുള്ളതാണ്. അല്ലാഹുവിലേക്ക് നമുക്ക് കൈമലർത്താൻ മുന്നിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് ഈ ഇരുത്തവും ഈ സംസാരവും ഈ കേൾക്കലും എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ നിയ്യത്ത് വെക്കുക. നിയ്യത്താണല്ലോ എല്ലാ സദസ്സിന്റെയും എല്ലാ നേരം ഒന്ന് കണക്ട് ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഏറെ ഇഷ്ടപ്പെട്ട ഹബീബാണ്. അല്ലാഹു ഏറെ സ്നേഹിച്ചവരാണ്. മറ്റെല്ലാവരെക്കാളും മുത്തുനബിക്കാണ് അല്ലാഹു തആല ഏറ്റവും വലിയ പവർ നൽകിയിട്ടുള്ളത്. ഒരാളെ സ്നേഹിക്കാൻ, ഒരാളെ ഖൽബിൽ വല്ലാത്ത മഹബ്ബത്ത് ഉണ്ടായി തീരാൻ പല കാരണങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. ചിലപ്പോൾ അയാളുടെ ഭംഗിയായിരിക്കാം,
അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത കിട്ടിയ സ്ഥാനമായിരിക്കാം. ഭാര്യയോട് നമുക്ക് സ്നേഹമുണ്ട്, ഉമ്മയോട് സ്നേഹമുണ്ട്, ബാപ്പയോട് സ്നേഹമുണ്ട്, അയൽവാസിയോട്, ഉസ്താദിനോട്, നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരോട്, ദീനിന്റെ ഖാദിമീങ്ങളോട്, ഉസ്താദുമാരോട് ഖൽബിൽ മഹബ്ബത്തുണ്ട്. പല കാരണങ്ങളെ കൊണ്ടാണ് അവരോട് സ്നേഹമുണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായും ഒരാളോട് സ്നേഹമുണ്ടാകാൻ 3 കാരണങ്ങളാണ്. 1 ഇഹ്സാനാണ്, 2 കമാലിയത്താണ്, 3ാമത്തത് ജമാലിയത്താണ്. ഇത് 3ഉം സമ്മേളിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ദാത്തിയായിട്ട് തന്നെ റബ്ബിന് ഇതെല്ലാം നേരത്തെയുള്ളതാണ്. ഇഹ്സാനും കമാലിയത്തും ജമാലിയത്തും എല്ലാം റബ്ബിൽ നേരത്തെ ദാത്തിയായി ഉണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ അഹ്സന മിൻക ലം തറ ഖത്തു ഐനി യാ ഹബീബല്ലാഹ്. നബിയേ, തങ്ങൾ എന്തോരം ചന്തമുള്ളവരാണ്. തങ്ങളെക്കാൾ അഴകുള്ള ഒരാളെയും ഞങ്ങൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലല്ലോ നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ വരിയാണ്. മുത്തുനബിന്റെ പള്ളിയില് ഹസ്സാനോർക്ക് അവിടുത്തെ മദഹ് പാടി പറയാൻ തന്നെ പ്രത്യേകമായ ഒരു സ്റ്റേജ് തയ്യാറാക്കിയിരുന്നത്രേ. അതിൽ കയറി മുത്തായ തങ്ങളെ മദഹ് പാടിയിരുന്ന് അവിടുത്തെ വരിയാണ് വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാ. ഏറ്റവും ഭംഗിയുള്ളവര്, ഏറ്റവും പൂർണ്ണതയുള്ളവര് ഇഹ്സാനിന്റെ വിഷയത്തിലും കമാലിയത്തിന്റെ വിഷയത്തിലും ജമാലിയത്തിന്റെ വിഷയത്തിലും തങ്ങൾ കാമില. ഖുലിഖത മുബറഅ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാ. പെരുമാറ്റം ആർക്കും അനിഷ്ടമാകാറില്ല. അവിടുത്തെ ഇടപെടൽ എല്ലാവർക്കും ഏറെ പ്രിയമാണ്. തങ്ങളെ എല്ലാ നിലക്കും തങ്ങൾ വലിയ പൂർണ്ണതയിലാണ്. എല്ലാ ഐബിൽ നിന്നും അല്ലാഹ് നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് ഹബീബേ. ഇങ്ങനെ മുത്തുനബിന്റെ വാക്കാണ് അവർ കേൾക്കാൻ തുനിഞ്ഞത്. നമ്മളിപ്പോൾ മുത്തുനബിയെ കുറിച്ചുള്ള വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനോട് അതവുകേടാകുന്ന ഒന്നും ഈ സദസ്സിൽ നിന്നുണ്ടാകരുതെന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാൻ പറഞ്ഞു. സ്നേഹിക്കപ്പെടാൻ വേണ്ട എല്ലാ ക്വാളിറ്റിയും അല്ലാഹു തആല മുത്തുനബിക്ക് സമ്മാനിക്കുകയും ചെയ്തു. പറഞ്ഞു വെച്ചല്ലോ, എല്ലാ നിലക്കും സ്വഭാവത്തില്, സൃഷ്ടിപ്പില്, പെരുമാറ്റത്തില് എല്ലാം മുത്തുനബി പൂർണ്ണരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തന്നെ പറഞ്ഞു, എന്നോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് പൂർണ്ണമാകണമെങ്കിൽ അത് മുത്തുനബിയോടുള്ള ഇഷ്ടം കൂടി. നബിയേ, പറഞ്ഞു കൊടുക്കൂ നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലാഹുവിനോട് പിരിശുണ്ട് എന്നാണ് നിങ്ങളെ വാദമെങ്കിലേ നിങ്ങൾ എന്നെയും കൂടി പിൻപറ്റണേ, ഇത്തിബാഅ് ചെയ്യണേ. അങ്ങനെ ആകുമ്പോഴേ മുഹമ്മദിനെ ഞങ്ങൾ കൊള്ളൂല. അള്ളാന്റെ ആ മറുപടി വന്നു പോയി. അതേ ആയത്തിറങ്ങിപ്പോയി. ഇല്ല ഇല്ല, റബ്ബിനോടുള്ള മഹബത്ത് പൂർണ്ണമാകൂല. ഹബീബായ തങ്ങളെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിനോടൊരു ഇഷ്ടപ്രകടനം. سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ. വതബ്ബാദ് നശിച്ചിരിക്കുന്നു. ഓന്റെ സമ്പത്തോ ഓന്റെ മക്കളോ അധ്വാനിച്ചുണ്ടാക്കിയതോ ഒന്നും അവൻക്ക് ഉപകരിക്കൂല. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. ഇപ്പൊ ഉപകരിക്കുന്നുണ്ട്, ഇപ്പൊ നല്ല പത്രസിലാണ്, നല്ല മക്കളൊക്കെ ഉണ്ട്, പക്ഷേ നാളെ അവൻക്ക് ഉപകരിക്കൂല. നാളെ എത്തിച്ചേരാനുള്ളത് നരകത്തിലേക്കാണ്, നരകത്തിലെ വിറകാകാനുള്ളതാണ്.
ഒറ്റക്കല്ല, മൂപ്പര് ഒറ്റക്കല്ല, കൂടെ മുത്തുനബി എതിർക്കാൻ സഹായിച്ച തന്റെ ഭാര്യയുണ്ട്. അവളെ പണി എന്താണ്? വിറക് ചുമക്കലാണ്. പറഞ്ഞപ്പോ എല്ലാവരുടെയിൽ നിന്നും വിശ്വസിക്കാൻ എന്തെങ്കിലും മടിയുണ്ടായതുകൊണ്ട് എന്നെ എതിർത്തതാണെങ്കിലോ ഞാനൊന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു നോക്കാം. ശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നത് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖൗമ പറഞ്ഞു, ഇന്നാ ലനറാക ഫീ സഫാഹ. വല്ലാത്ത പോയത്താണല്ലോ, വിഡ്ഢിത്താണല്ലോ പറയുന്നത്. വഇന്നാ ലനമന്നുക മിനൽ കാദിബീൻ. കളവാണല്ലോ, പൊള്ളാണല്ലോ പറഞ്ഞു പരത്തുന്നത്. ഹൂദ് നബിയോട് ഖൗമിന്റെ ഭാഷ അല്ല പറയുന്നു, പറഞ്ഞോളൂ ഹൂദേ. ഹൂദ് നബിയാണ് മറുപടി. ൊക്കെ കടന്നു വരും, അവിടുന്ന് വിതരണം ചെയ്യാൻ തങ്ങൾക്ക് അധികാരം നൽകപ്പെടുന്ന ഒരു ഹാലുണ്ട്. വിഷമിക്കണ്ട, സന്തോഷിപ്പിക്കുകയാണ്. ഒരുപാട് ഖൈറ് തങ്ങൾക്ക് നൽകുന്നുണ്ട്, നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞവനെ ഇന്നാരും ഓർക്കുന്നില്ല, ആരും സ്മരിക്കാനില്ല, ആരും അവനെ കുറിച്ചിട്ട് നല്ലത് പറയാനില്ല. അള്ളാന്റെ ഹബീബ് പാലച്ചവനാണെന്ന്, തലമുറ മുറിഞ്ഞവനാണെന്ന് പറഞ്ഞവനെവിടെ? മുത്തുനബി എവിടെ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി, മുത്തുനബി എതിർത്തവർക്ക് മറുപടി ഖുർആനാ കൊടുക്കുന്നത്. അല്ലാഹ് എത്രയാ പരിഗണിച്ചത്, എത്രയാ അവിടുത്തെ സ്ഥാനം ഉയർത്തിയത്. ഏത് സമയത്താണ് ഹബീബായ ദുആ ചെയ്യുന്നു. സ്വലാത്ത് വളരെ അത്യാവശ്യമാണ്. ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആർന്നോ, ആ ദുആക്ക് വലിയ ഇജാബത്താണ് അല്ലേ? നമ്മൾ എല്ലാ സദസ്സിലും നോക്കി നിങ്ങൾ ഉസ്താദുമാർ ദുആ ചെയ്യും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പിന്നെ പറയുന്നത് സ്വലാത്താണ്. സ്വലാത്തില്ലാതെ ദുആ ഇരുന്നാൽ ആ ദുആക്ക് ഇജാബത്തില്ല. മുത്തുനബിയെ പറയണം, അല്ലാഹുവിനെ എവിടെ പറഞ്ഞു അവിടെ എല്ലാം പറയണം. അസറുല്ല മലര് നബി നബി ഹബീബിയാ, ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ. അസറുല്ല മലര് നബി നബി ഹബീബിയാ, ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ. അസ്വദ് മഹിയിൽ അബിയദ് മദമാ ഉദിച്ചുള്ള മധുരമിതാ. അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈതാ. അസറുല്ല മലര് നബി നബി ഹബീബിയാ, ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ. അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഓരോ വ്യക്തികളായിരിക്കും, അവരുടെ ഭാഷ അതില്ലാതാവുകയാണ്. ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയ, ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയ. അമ്പിളിപ്പൂവേ നബിയാ, അമ്പർ ചിന്തും നിധിയാ. അമ്പിളിപ്പൂവേ നബിയാ, അമ്പർ ചിന്തും നിധിയാ. ചുങ്കാരലങ്കാര കുന്നാര മുസ്തേ, അസറുല്ല മലര് നബി നബി ഹബീബിയാ. ഹസനത്തിൻ അസ്ല് നബി നബി ഹബീബിയാ. റഹ്മത്തിന്റെ സബബ് നബി, ശുജാഅത്തിന്റെ തികവ് നബി. റഹ്മത്തിന്റെ സബബ് നബി, ശുജാഅത്തിന്റെ തികവ് നബി. തികവ് നബി മികവാ, തികവുറ്റൊരുക്കി മതിയാ. തികവ് നബി മികവാ, തികവുറ്റൊരുക്കി മതിയാ. ചുങ്കാരലങ്കാര
നബി ഹബീബിയ ഹസനത്തിൻ അസ്ൽ നബി നബി ഹബീബിയ അസ്വദ് മഹിയിൽ അബിയദ് മദമാ ഉദിച്ചുള്ള മധുരമിതാ അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈതാ അസർമുല്ല മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ അസ്ൽ നബി നബി ഹബീബിയ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.